പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 14-ാം ദിവസം. എസ്രായുടെ ഗ്രന്ഥം 8-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് വെച്ച് ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. യാത്രയിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടായിരിക്കുമെന്നും ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ ക്രോധം ശക്തമായി നിപതിക്കുമെന്നും ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്ന എസ്രായും ദൈവജനവും കർത്താവിൻ്റെ മഹാശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് തങ്ങളുടെ യാത്ര തുടരുകയാണ്. ഈ യാത്രയുടെ മധ്യേ തങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുന്നതിന് അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണീരിൻ്റെ പ്രാർത്ഥനയാണ് എസ്രായിൽ നിന്ന് ഉയരുന്നത്. അദ്ദേഹം നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയും ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയും ധൂമം പോലെ ദൈവസന്നിധിയിലേക്ക് ഉയരും. അവരുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുകയും അവരെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിൽ എസ്ര വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ്. ഇസ്രായേലിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ എസ്രായുടെ നിലവിളി ദൈവത്തിന് പ്രീതികരമായ പ്രാർത്ഥനയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത പ്രതിസന്ധികളിൽ ദൈവത്തോട് നാം നിലവിളിക്കണമെന്നും ഉപവസിക്കണമെന്നും എസ്ര നമ്മെ പഠിപ്പിക്കുന്നു. കണ്ണുനീര് കുപ്പിയിൽ ശേഖരിക്കുന്നവൻ, അലച്ചിലുകൾ എണ്ണി എടുക്കുന്നവൻ ദൈവത്തിൻ്റെ ശക്തമായ കരം കൊണ്ട് നമ്മെ നയിക്കുമെന്ന് എസ്ര നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ നമ്മുടെ പ്രാർത്ഥനകളൊന്നും വൃഥാവിലാവില്ല എന്നും പ്രാർത്ഥനയുടെ നേരെ ജാഗരൂകനായിരിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രവിച്ച് തൻ്റെ കരബലം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമെന്നും എസ്ര പഠിപ്പിക്കുകയാണ്. കുടുംബമാകുന്ന നമ്മുടെ ജീവിതം, നാം വ്യാപരിക്കുന്ന ഇടങ്ങൾ എല്ലാം ദൈവകൃപ കൊണ്ട് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വിശ്വാസിയുടെ ഓക്സിജനാണ് പ്രാർത്ഥന. ആകയാൽ നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് രൂപാന്തരപ്പെടാം. ചിന്തകളും
വ്യാപാരങ്ങളും ഇടപെടലുകളും സംസാരങ്ങളും ഇന്ദ്രിയ അധിഷ്ഠിതമായ നമ്മുടെ ചലനങ്ങൾ പോലും പ്രാർത്ഥനയാക്കി മാറ്റാനുള്ള കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരുടെ മേൽ അങ്ങ് എന്നും കരുണ ചൊരിയുമല്ലോ. എനിക്ക് സഹായം എവിടെ നിന്ന്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ എനിക്ക് സഹായം ലഭിക്കുന്നതെന്ന് സങ്കീർത്തകനോടൊപ്പം അനുഭവത്തിൽ നിന്ന് പറയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് ഞങ്ങളോടൊത്ത് വരണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് ഉത്തരമരുളണമേ. എസ്രയെ അനുഗ്രഹിച്ച ദൈവമേ, എസ്രയിലൂടെ അങ്ങ് ദൈവജനത്തെ കൃപയിൽ നടത്തിയ ദൈവമേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണമേ. എളിയവൻ നിലവിളിച്ചു, കർത്താവ് ശ്രവിച്ചു എന്ന് സങ്കീർത്തന വചനം ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.